നമസ്കാരം, എൻ്റെ പേര് ദിവ്യ എന്നാണ്. ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാൻ കാരണം കൊല്ലത്ത് പ്രവർത്തിക്കുന്ന കൊല്ലം കടപ്പാക്കട ഫെഡറൽ ബാങ്കിന് മുകളിലായിട്ട് പ്രവർത്തിക്കുന്ന നാച്ചുറൽ സ്പാ ആൻഡ് സലൂൺ കൊല്ലം, ഈ സ്ഥാപനത്തിന് എതിരെ ഒരു വീഡിയോ ആണ് സത്യത്തിൽ ഞാനിത് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, 2 ദിവസം എനിക്ക് വളരെ വിഷമത്തോടു കൂടിയാണ്. കാരണം 2 ദിവസം മുമ്പ് ഉള്ള ഞാനല്ല ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ കിട്ടുമ്പോൾ ആളുകളെ പറ്റിച്ച് പരസ്യം ചെയ്ത് പണം തട്ടുന്ന രീതിയിൽ ബ്യൂട്ടി പാർലറുകൾ. സോഷ്യൽ മീഡിയയിൽ വിലക്കുറവിന്റെ പരസ്യം കണ്ട് ഫേഷ്യൽ ചെയ്യാനോടുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. കൊല്ലം സ്വദേശിനിയായ ദിവ്യയ്ക്ക് സംഭവിച്ചത് ഏറെ ദൗർഭാഗ്യകരമായ അനുഭവമാണ്. കൊല്ലം കടപ്പാക്കടയിലുള്ള നാച്ചുറൽ സലൂണിൽ 1500 രൂപയ്ക്ക് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാമെന്ന് പരസ്യം കണ്ട ദിവ്യ ഇക്കഴിഞ്ഞ ജൂലൈ 7-ന് നാച്ചുറൽസിലെത്തി. തുടർന്ന് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ഉടൻ തന്നെ മുഖം ചൊറിഞ്ഞു കയറുകയും കുരുക്കൾ ഉണ്ടാവുകയും ആകെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. ദിവ്യ കടപ്പാക്കട നാച്ചുറൽസിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ ദിവ്യയെ കുറ്റപ്പെടുത്തുകയും മാനസികമായി തളർത്തുകയും ചെയ്തു. തനിക്കുണ്ടായ ബുദ്ധിമുട്ടിൽ അവർ കൂടെ നിന്ന് സമാധാനിപ്പിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, മാനസികമായി തളർത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് ദിവ്യ പറയുന്നു. പ്രതികരിക്കുവാൻ വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സാധാരണക്കാരന്റെ ശബ്ദം എന്ന നിലയിൽ ദിവ്യ തനിക്കുണ്ടായ അനുഭവം ഇൻസ്റ്റഗ്രാമിലൂടെ വിളിച്ചു പറഞ്ഞു. വിഷയം ചർച്ച ചെയ്യപ്പെടുകയും 20 ലക്ഷത്തിലധികം ആളുകൾ ദിവ്യയുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു. കൂടാതെ അതേ സ്ഥാപനത്തിൽ നിന്ന് മറ്റു ചിലർക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായെന്ന കമന്റുകളും വന്നു. ദിവ്യയുടെ വീഡിയോ വൈറലായെന്ന് കണ്ടപ്പോൾ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിൽ നിന്ന് രാഹുൽ എന്നു പേരുള്ള വ്യക്തി വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ ദിവ്യയുടെ വീടിന് മുന്നിൽ വന്ന് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഭീഷണി മുഴക്കിയെന്നും മാനസികമായി ടോർച്ചർ ചെയ്തുവെന്നും ദിവ്യ പറയുന്നു. ശനിയാഴ്ച ഞാൻ വീട്ടിൽ പോയ ടൈമിൽ അവിടെ വെച്ചിട്ടൊരു ആഡ് കാണുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ഒരു ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഒരു 1500 രൂപയുടെ ഒരു ആഡാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് കണ്ട സമയത്ത് അപ്പോൾ തന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അവരെ കോൺടാക്ട് ചെയ്തപ്പം എനിക്ക് ഹൈഡ്രാ ഫേഷ്യൽ എന്താണെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഉടനെ ഞാൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവരതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് അതിൽ ഒരു ഇമ്പ്രസ് ആയിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാനത് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുക്കുകയും ഒരു 6 മണിയായപ്പോൾ ഞാൻ അവിടെ പാർലറിൽ പോവുകയും ചെയ്തു. പക്ഷെ ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഏകദേശം ഒരു 8:30 വരെ ഞാൻ അവിടെ ഇരിക്കുകയും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ചോദിക്കുന്നുണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അവർ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും വെയിറ്റ് ചെയ്തത്. അങ്ങനെ 8:45 ആയ സമയത്ത് അവർ അവിടെ ആള് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് അടുത്ത ദിവസം വീണ്ടും ഞാൻ അവിടെ പോയി. അവിടെ അടുത്ത ദിവസം ഞാൻ പോയ സമയത്ത് അന്ന് വൈകിട്ടായിരുന്നു പോയത്. അവിടെ ചെന്ന സമയത്ത് അവർ ഇങ്ങനെ ഈ 1500 രൂപയുടെ അതിൻ്റെ കൂടെ ഒരു 500 രൂപയും കൂടെ ആഡ് ചെയ്ത് 2000 രൂപയുടെ ഹൈഡ്രാ ഫേഷ്യലായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അത് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിന് എനിക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയി തുടങ്ങിയായിരുന്നു. ഒരു നീറ്റിലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ 2 വശത്ത്. എനിക്ക് അത്യാവശ്യം മുഖത്ത് ഫുള്ള് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ചെയ്തിറങ്ങിയപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇങ്ങനെ ആണല്ലോ എന്നും കരുതി ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫേസ് ഫുൾ അങ്ങ് ഭയങ്കര റെഡിഷായി. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഈ റെഡ് കളർ വരുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവർ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ റെഡിഷ് ആയ സമയത്ത് ഐസ് ക്യൂബ്സ് വെക്കുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇത് കൂടി വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഒരുമാതിരി ചൊറിഞ്ഞ് തടിക്കുന്നത് പോലെ ഈ സ്കിൻ അങ്ങ് ഒരുമാതിരി നമ്മൾ കയ്യിലൊക്കെ എന്തെങ്കിലും കടിക്കുമ്പോൾ ചൊറിഞ്ഞ് പൊങ്ങത്തില്ലേ, അതുപോലെ തന്നെ ഫേസ് ഫുൾ അങ്ങ് ചൊറിഞ്ഞ് ആ ഒരു വല്ലാത്ത രീതിയിലായി. അപ്പോഴും ഞാൻ രാത്രിയിൽ ഉറങ്ങിയിട്ടും വീണ്ടും വന്ന് ഞാൻ ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ്സ് വെക്കുക. ഇത് തന്നെയാണ് രാത്രിയിൽ നടന്നുകൊണ്ടിരുന്നത്. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫേസ് കണ്ടപ്പോഴത്തേക്കും കണ്ണൊക്കെ അങ്ങ് ചെറുതായി, ഇവിടെയൊക്കെ നല്ല രീതിയിൽ അങ്ങ് തടിച്ച് ഫേസൊക്കെ അങ്ങ് വല്ല നീര് പോലെ ആയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ബ്രദർ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു എനിക്കെന്തോ അലർജിയാണ് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ അപ്പം തന്നെ എനിക്ക് എന്തോ വേണമെന്നൊന്നും അറിയാതെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഇപ്പം ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നാച്ചുറൽസ് എന്ന സ്ഥാപനത്തിലായിരുന്നു ഞാൻ പോയതും വിളിച്ചു ചോദിച്ചത് അപ്പോയിൻമെൻറ്റ് എടുത്തതും. ഇതെല്ലാം നടന്നത് അവിടെ വെച്ചിട്ടാണ്.
അതിനുശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല രീതിയിൽ ഉള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ എനിക്കുണ്ടായ മാനസിക വിഷമവും ഞാൻ ഡോക്ടറെ അടുത്ത് പോവുകയും പിന്നെ മെഡിസിൻ എടുക്കുകയും പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ആയി. അപ്പം ഇവരുടെ ഭാഗത്തുനിന്നും ഒരു തരത്തിൽ നിന്നും ഒരു കോണ്ടാക്റ്റും ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പം ഇവരുടെ ഒരു സ്റ്റാഫ് എന്നെ ഇവരറിയാതെ ഒരു സ്റ്റാഫ് ആരാണെന്ന് ഞാൻ പറയുന്നില്ല എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് യൂസ് ചെയ്ത പ്രോഡക്റ്റ് ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നാച്ചുറൽസിൽ യൂസ് ചെയ്യുന്ന നാച്ചുറൽസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണല്ലോ, അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അല്ല ഇവർ അവിടെ യൂസ് ചെയ്തത് എന്ന് എൻ്റെ അടുത്ത് ഈ ഒരു സ്റ്റാഫ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പും വേറൊരു സ്റ്റാഫ് എന്നെ ഈ അടുത്തിടെയും വിളിച്ച് ഈ സെയിം കാര്യം വേറൊരു സ്റ്റാഫും പറയുകയുണ്ടായി. ഞാൻ ആരുടെയും പേര് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തത് ആ പ്രോഡക്ട്സിൻ്റെ തന്നെ ആണെന്നാണ് അവിടുത്തെ തന്നെ സ്റ്റാഫ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഇപ്പം എനിക്ക് ഇൻസ്റ്റയിൽ വഴി ആയാലും FB വഴിയൊക്കെ ആയാലും കുറേ ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇവർക്ക് ഇങ്ങനെ അവിടെ പോയി ഇത് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരുപാട് പേർക്ക് എന്നെ പോലെ സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഞാനൊരിക്കലും ഈ സ്ഥാപനം പൂട്ടിക്കണമെന്നോ അങ്ങനെ വേറൊരു രീതിയിൽ എന്തെങ്കിലും മനസ്സിൽ വെച്ച് എനിക്കിതിൻ്റെ ഓണേഴ്സ് ആരാണെന്നോ ഒന്നും എനിക്ക് ഈ ടൈമിൽ അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഇവരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്തോ തെറ്റാണ്, എനിക്കിങ്ങനെ സംഭവിച്ചതോ ഒന്നുമല്ല, അവരുടെ മുന്നിലുള്ള ആ ഒറ്റ കാര്യം അവർ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്, അത് ഞാൻ കാരണം ഞാൻ തകർക്കാൻ ശ്രമിക്കുന്നു, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം ഇത് ഇവരുടെയൊക്കെ ലൈഫിനെ ബാധിക്കുന്നു എന്നൊരു രീതിയിൽ മാത്രമാണ് അവരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്നെ ബാധിക്കുന്നെന്നോ ഞാനെന്തോ മനഃപൂർവ്വം ചെയ്തു എന്നുള്ളൊരു രീതിയിൽ എനിക്കതിൽ നല്ല വിഷമമുണ്ട്. എനിക്കിങ്ങനെ ആവുകയും ചെയ്ത് ഇപ്പോൾ അതുപോലെ അവർ മീറ്റ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോയി മീറ്റ് ചെയ്യാനും എനിക്ക് സത്യത്തിൽ പേടിയാണ്. നഷ്ടപരിഹാരമായി ലക്ഷങ്ങളൊന്നുമല്ല ദിവ്യ അവരിൽ നിന്നും പ്രതീക്ഷിച്ചത്. അവരുടെ സർവീസ് കാരണം ഉണ്ടായ ബുദ്ധിമുട്ടിന് ദിവ്യയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് ഒന്ന് കൂടെ നിന്നെങ്കിൽ മതിയായിരുന്നു എന്നാണ് ദിവ്യ പറയുന്നത്. മാനസികമായി തന്നെ തളർത്തിയെന്നും ബുദ്ധിമുട്ടിച്ചതുമാണ് ദിവ്യയെ കൊണ്ട് ഈ വിഷയം ലോകത്തോട് വിളിച്ചു പറയിപ്പിച്ചത്. സ്ഥാപനം നടത്തുന്നവർ പലപ്പോഴായി പല കാരണങ്ങൾ പറഞ്ഞ് അത് കസ്റ്റമറിൻ്റെ കുറ്റം പോലെ പറയുമ്പോൾ പൈസ കൊടുത്ത് ഇതുപോലുള്ള സലൂണുകളിൽ പോകുന്നവരെ അപമാനിക്കുന്നതിന് തുല്യമാണിത്. എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നും പറയുന്നത് അവർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, അവർ തെറ്റുകളൊന്നും ചെയ്യാത്തിടത്തോളം കാലം അവർക്ക് പേടിയില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഒരിക്കലും പേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർ ചെയ്തത് തെറ്റുകൾ അവർ സമ്മതിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. അവർ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്ട്സ് അവർ തന്നെ യൂസ് ചെയ്തു, അതൊന്നും അവർ സമ്മതിക്കുന്നില്ല. അത് അവർ ആദ്യം പറയുന്നത് സ്റ്റാഫിൻ്റെ പുറത്ത് ചാരുന്നു. സ്റ്റാഫ് വിളിച്ചിട്ട് പറയുന്നു ഇവർ യൂസ് ചെയ്യാൻ അവിടുത്തെ ലേഡിയാണ്, അവരാണ് ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞത് എന്നാണ് അവിടുത്തെ സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞത്. 2 സ്റ്റാഫും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സിൻ്റെ അതിൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു ഈ ഹൈഡ്രാ ഫേഷ്യൽ ഈ ഓഫറിൻ്റെ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യണമെന്ന് അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു ലേഡിയുണ്ട്. ഇവരെ ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മികച്ച സർവീസ് എന്ന് പരസ്യത്തിൽ മാത്രം വച്ചാൽ പോരാ, വാക്കിലും പ്രവൃത്തിയിലും കസ്റ്റമറിന് അത് അനുഭവിക്കാൻ കഴിയണം. തനിക്കുണ്ടായ മോശം അനുഭവത്തിൻ്റെ പേരിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ ദിവ്യ പരാതി നൽകിയിട്ടുണ്ട്. പരസ്യം കാണിച്ച് ഉപഭോക്താക്കളെ പറ്റിച്ച് മോശപ്പെട്ട സർവീസ് നൽകിയതിന് കസ്റ്റമറിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാതെ കസ്റ്റമറെ മാനസികമായി തളർത്തിയതിനും കൺസ്യൂമർ കോർട്ടിലും തൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടതിന് മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാനൊരുങ്ങുകയാണ് ദിവ്യ. അതേസമയം കൊല്ലം കടപ്പാക്കടയിലുള്ള നാച്ചുറൽസിൻ്റെ മാനേജ്മെൻ്റ് എന്ന നിലയിൽ ദിവ്യയെ ബന്ധപ്പെട്ടത് ആറ്റിങ്ങൽ നാച്ചുറൽസ് നടത്തുന്ന രാഹുലാണെന്ന് ദിവ്യ പറഞ്ഞു. ബാറ്റ് വിഷൻ കൊല്ലം.